എന്താ അമ്മ ഇന്ന് കപ്പയാണോ? ആ കപ്പയടി, രാത്രി കപ്പ കുഴിമാവേ. നീ വേഗം പോയി കന്തര വെക്കണം. ഒന്നും മനസ്സിലായില്ല. വായിരിക്കുന്ന സിഗരറ്റ് ഒന്ന് മാറ്റിയിട്ട് പറയാമോ? ഇത് കണ്ടിട്ടാണോ നിനക്ക് സിഗരറ്റായിട്ട് തോന്നുന്നത്? ഇനി MDMA ആന്നൊക്കെ പറയാതിരുന്ന എൻ്റെ ഭാഗ്യം. സിഗരറ്റും MDMA ഒന്നും നീ കഥ പറയാൻ പോയി കാന്താരി പിടിച്ച് വേഗം. നിങ്ങളത് കേൾക്കണം. ഒരു കുട്ടികളെ കൊണ്ടായി ഈ പണിയെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ ഈ കപ്പ പൊളിച്ചതും ഉള്ളി അങ്ങ് പൊളിച്ചെന്നത്, ബാക്കി എല്ലാ പണിയും ഞാൻ തന്നെയായത്. ഈ 2 പണി മാത്രമേ അമ്മ ചെയ്തിട്ടുള്ളൂ. നീ ആ കാന്താരി പോയി ഇല കൂട്ടി 2 കാന്താരി പറിച്ചാണ് പറിച്ചത്. പൊക്കോണാവുന്നത് ഈ വാരുന്നത് ഞാനല്ല. അല്ലെങ്കിൽ മിണ്ടാതെ വിളിക്കും. നീ അതിനിടയ്ക്ക് കയറി പറയില്ല. ഞാൻ പറയുവാണല്ലോ, ഞാൻ ചെയ്യുന്നിടത്ത് എന്നെ ശല്യപ്പെടുത്തരുത്. നീ എൻ്റെ കോൺസെൻട്രേഷൻ കളയുക. അതിന് ഞങ്ങൾ കപ്പ അടുപ്പേ വെച്ചു, എന്നിട്ട് കാന്താരി പറിക്കാൻ ഇറങ്ങുവാണ്. ഞങ്ങളോ ശാലിവാത് വെച്ചു വെച്ചല്ലോ ആരെയും. അത് ഞങ്ങൾ കാന്താരി പറിക്കാൻ പോകും. കാന്താരി പറിക്കുമ്പോഴത്തേന് അവൾ എൻ്റെ കൂടെ വന്നിട്ട് വലിയ കാന്താരി പറിക്കാനായിട്ട് വലിയ പൊക്കത്തിൽ അവൾക്ക് വെച്ചിട്ട് പൊക്കം ഒന്നും പറഞ്ഞ് പറിക്കാൻ പോകും. എന്നിട്ട് ഇലയെല്ലാം കൂടെ കുത്തി പറിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നശിപ്പിക്കണ്ട, ഞാൻ തന്നെ പറിക്കാമെന്ന് പറഞ്ഞു. പറിച്ചുകൊണ്ട് വന്നു ചതയ്ക്കും. ചതയ്ക്കുമ്പോൾ എന്നാന്ന് വെച്ചാൽ മീറ്റ് തലകല്ലൊക്കെ കിടപ്പുണ്ട്. മുറ്റത്ത് രാത്രി ആയതുകൊണ്ടും മഴയൊക്കെ ആയതുകൊണ്ടും പോയിരിക്കാനൊരു മടി കാരണം ഇതിനകത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം. അതായത് ചതയ്ക്കാമെന്ന് പറഞ്ഞാൽ അരയ്ക്കാനേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചതച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീരെല്ലാം കൂടെ കണ്ണിനും മുക്കിലും എല്ലാം തെറിക്കും. അതുകൊണ്ട് ചതയ്ക്കുമ്പോൾ നമ്മൾ ഇടിക്കുമ്പോഴത്തേന് നീര് തെറിക്കും. ഇതാകുമ്പോൾ ഇങ്ങനെ അരയ്ക്കുമ്പം നീര് തെറിക്കത്തില്ല, അതിനകത്ത് തന്നെ കിടക്കും ഇതിൻ്റെ എരിവ്. അപ്പോൾ മിക്സിയിൽ വെച്ചാൽ ടേസ്റ്റ് കുറവാടി. ഈ മുളകൊക്കെ അരയ്ക്കുന്നത് നമ്മൾ കല്ലിൽ തന്നെ അരയ്ക്കണം. ചമ്മന്തി അതൊക്കെ നമ്മൾ കല്ലിൽ അരയ്ക്കുന്നത് നല്ലത്. ഈ മുളക് നല്ലപോലെ അരിഞ്ഞ് ഉപ്പും മുളകും ഇട്ട് നല്ലപോലെ അരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉള്ളി ഇട്ടാൽ ഉള്ളി നന്നായി ചതഞ്ഞാൽ എനിക്കിഷ്ടമില്ല. ചെറുതായിട്ടൊന്ന് ചതയുകയും ചെയ്യാവുള്ളൂ. അരിഞ്ഞു പോയാൽ കൊള്ളത്തില്ല. ഉള്ളി അരഞ്ഞു കഴിഞ്ഞിട്ട് ഇനി നല്ലപോലെ കുറച്ച് ചതഞ്ഞ് നമുക്കിപ്പം അതിൻ്റെ വെള്ളം അങ്ങോട്ട് വലിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി എടുത്താൽ മതി. ഇനി ഇതിനകത്ത് തക്കാളിയൊക്കെ ഇടും ചിലപ്പം. ഇന്ന് തക്കാളി ഒന്നും വേണ്ട, നമുക്ക് മുളക് തന്നെ മതിയേ. മടിയൊന്നുമല്ല, ഇനി ഇതാക്കണം. ഇങ്ങനെ മതി. അമ്മ വീഡിയോ എടുത്തിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പ്. അമ്മ കാന്താരി ഉണ്ടല്ലോ ഉണ്ടാക്കിയത് കപ്പയ്ക്കല്ലേ, ഇതെന്നായി കാണിക്കുന്നത്? അങ്ങനെയെന്നറിയാമോ, നമ്മൾ കാന്താരി അരച്ചിട്ട് ചോറെടുക്കും. എനിക്ക് പഴയ ഒരു നൊസ്റ്റാൾജിയ ഫീൽ അടിച്ചു. നീ ഇങ്ങനെ തിന്നിട്ടില്ലല്ലോ. ഇത് തിന്നണം. ഇതിപ്പോൾ തണുത്ത ചോറാണേ. ചൂട് ചോറിൻ്റെ കൂടെ വേണം ഈ കാന്താരി അരച്ചത്. അതെ, അപ്പൊ ഫുള്ളൊന്ന് കത്താലോ. ഇരുന്ന് കത്താം, വാ തൊട്ട് വയറ് വരുന്നത് കത്തി പുകയാ. പുകയത്തൊന്നുമില്ല. ഇതൊന്നും നിനക്ക് അറിയത്തില്ല. നീ ഇച്ചിരി എടുത്തുവാണെങ്കിൽ കഴിച്ചു നോക്കാം. ഞാൻ നിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുമോ. ഇതിങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ നമ്മളെ വറ്റൽമുളക് എടുക്കുന്നതും ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ടാക്കിയത് 2 തരണ്ടിയും തൈരും പിന്നെ മുളക് ഇടിച്ചതുമായിരുന്നു. താങ്ക് യു.